വില്ലൻ വേഷങ്ങളിലും സഹനടനായും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ തിളങ്ങി നിന്ന ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻ ശർമ്മ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന ആർക്കും ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. വില്ലനായും നടനായും സഹനടനായും നായകനായും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ മലയാളത്തിലെ തുടങ്ങി സൗത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായി അറിയുന്ന താരത്തിന് ഇന്ന് 69 വയസ്സാണ്. 1971 മുതൽ തെക്കേ ഇന്ത്യ ചലച്ചിത്ര നടനായി തന്നെ തിളങ്ങി നിൽക്കുന്ന അദ്ദേഹം ഇപ്പോൾ വൃദ്ധസദനത്തിലാണ്. ആരോരും നോക്കാനില്ലാതെ, സ്വന്തമായ കയ്യിൽ ഒരു കാശ് പോലും ഇല്ലാതെ, ഒന്നിനും ചിലവാക്കാൻ കയ്യിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നടൻ മാത്രമല്ല, നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. 15ലധികം ചിത്രങ്ങളുടെ നിർമ്മാതാവാണെന്ന് പലർക്കും അറിയില്ല. 1974 പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 1975 വിവാഹം കഴിച്ചെങ്കിലും 1980 ആ ബന്ധം അവിടെ അവസാനിക്കുകയായിരുന്നു. അത്രമാത്രം വേദനയിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് എന്നുകൂടി പറയണം. പാലക്കാട് ജില്ലയിൽ തത്തമംഗലത്ത് 1956 ഓഗസ്റ്റ് 23 മോഹൻ ജനിച്ചത്. തത്തമംഗലത്ത് ചിറ്റൂരിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയത്തിന് ബിരുദമെടുത്തു. ദക്ഷിണേന്ത്യയിൽ നിന്നും ആദ്യമായി അഭിനയ ബിരുദമെടുത്ത മോഹൻ കൂടിയാണെന്ന് നമ്മൾ അറിയണം. അദ്ദേഹം 3 തവണ ദേശീയ ഫിലിം ജൂറി മെമ്പറായും ഒരിക്കൽ ഇന്ത്യൻ പനോരമ ജൂറി മെമ്പറായും പ്രവർത്തിച്ചു. ചട്ടക്കാരിയിൽ കൂടി അഭിനയിച്ച ലക്ഷ്മിയെ 1975 വിവാഹം ചെയ്തു. എന്നാൽ 5 വർഷത്തിനു ശേഷം 1980 അവർ വിവാഹമോചനവും നേടി. 82 ശാന്തിയെ വിവാഹം ചെയ്തു. ഇപ്പോഴും അദ്ദേഹം വൃദ്ധസദനത്തിലാണ് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയാണെന്ന് കൂടി പറയുന്നു. സങ്കടമുണ്ട്, പറഞ്ഞറിയിക്കാനാത്ത സങ്കടം. ബാലകൗമാരങ്ങളെ ഇത്രയേറെ സ്വാധീനിച്ച ഒരാൾ ജീവിത സഹായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്നുവെന്നറിഞ്ഞപ്പോൾ വളരെയധികം വിഷമം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. തളർച്ചയുടെ നേർത്ത ലാഞ്ചന പോലും ഇല്ലാതിരുന്ന ശബ്ദം. ഓർമ്മ വന്നത് കൗമാരത്തെ പ്രണയ സൗരഭലമാക്കിയ സംഗീതജ്ഞം. ചട്ടക്കാരിയിലെ ശശി, നെല്ലിലെ മല്ലൻ, പ്രയാണത്തിലെ അരവിന്ദൻ, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലെ ചന്ദ്രൻ, രാഗത്തിലെ മധുസൂദനൻ, ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുനൻ, അങ്ങനെ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ, വർണ്ണസുലഭിലമായ കഥാപാത്രങ്ങൾ. പേരിൽ ശർമ്മ എന്ന മോഹൻ മാത്രം. മലയാള സിനിമയിൽ മോഹൻ ലക്ഷ്മി കൂട്ടുകെട്ടിന്റെ വസന്തകാലമായിരുന്നു അന്ന്. അങ്ങനെയാണ് അവരുടെ പ്രണയം പൂവണിഞ്ഞത്. യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കാൻ ഭാഗ്യമുണ്ടായ നായകൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം വളരെയേറെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദേശീയ സംസ്ഥാന ബഹുമതികൾ നേടി ഗ്രാമം എന്ന സിനിമയിൽ മോഹൻ സംവിധാനം അരങ്ങേറ്റം കുറിച്ചതും 14 വർഷം മുൻപാണെന്ന് പറയാം. ഇപ്പോൾ ആരോരുമില്ലാതെ വില്ലനായും നടനായും നിന്ന അദ്ദേഹം മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ വൃദ്ധസദനത്തിൽ കഷ്ടപ്പെടുന്നുവെന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. അക്കിലീസ് ഹീൽ എന്ന മേജർ സർജറി നടന്നിരുന്നു. അതിന് 4 ലക്ഷം രൂപ പോലും ചിലവായി. അതിനുശേഷം വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റിക് ആണ്. അതിന് മരുന്നുകൾ വാങ്ങാനുള്ള പൈസ പോലും കയ്യിലില്ല എന്നതാണ് പറയുന്നത്. രജനീകാന്ത് അടക്കമുള്ളവർ സഹായിച്ചു. അതും പറ്റാത്ത അവസ്ഥയിലാണ് വൃദ്ധസദനത്തിൽ എത്തിയതെന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.